guys, welcome back to my YouTube channel. This is Lakshmi. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനൽ ഒരു പുതിയൊരു സെഗ്മെന്റ് തുടങ്ങാൻ പോവാണ്. ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് മുതൽ ഡെയിലി ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഓരോ പ്രോഡക്ട്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് സ്കിൻ കെയർ ആവാം, മേക്കപ്പ് ആവാം, ഹെയർ ആവാം, ഈവൻ എന്ത് വേണമെങ്കിലും ആവാം. ഓരോ പ്രോഡക്ട്സ് ഞാൻ ഡെയിലി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതൊരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ അതിന്റെ പ്രോസും കോൺസും റിവ്യൂസും ബെനിഫിറ്റും ഒക്കെ ഞാൻ പറയും. ഈ ഒരു തോട്ട് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ നമ്മൾ 59 അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ്സിൽ ഒരു ഷോർട്സ് ഇടുമ്പോഴത്തേക്കും അതിന്റെ ഒരു കാര്യങ്ങളും പറയാൻ പറ്റാറില്ല. മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിന്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റിന്റെ ഒരു 10-15 മിനിറ്റ് ഒരു ലോങ് വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണും എന്ന് എനിക്കൊരു വിശ്വാസമില്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഓരോ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നതും ഞാൻ എന്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ള പല പ്രോഡക്ട്സ് ആയിട്ട് അതിന്റെ ഓരോ പ്രോസും കോൺസും അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, അത് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് അങ്ങനെയുള്ള പല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു സെഗ്മെന്റ് തുടങ്ങാൻ പോവാണ്. സോ ഇന്ന് കുറച്ച് വീഡിയോ കുറച്ച് ലാഗ് ആവും. നാളെ മുതൽ ഉള്ള വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും കാണത്തില്ല. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ പ്രോഡക്ട്സിന്റെ റിവ്യൂലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോവാം. അധികം പറഞ്ഞ് ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം. സോ ഇതിനു മുമ്പ് ഒരു പ്രൈമറിന്റെ മേബിലിന്റെ ഹൈഡ്രേറ്റിംഗ് പ്രൈമറിന്റെയും മാറ്റ് പ്രൈമറിന്റെയും റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗുഡ് വൈബ്സിന്റെ ടോണർ ആണ്. ഇത് ആക്ച്വലി ഒരു അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിലുള്ള ടോണറിനെ പറ്റി ആരും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നതോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ യൂഷ്വൽ നമ്മൾ കാണുന്ന നമ്മുടെ സാധാ ബോട്ടിലിൽ വരുന്ന ടോണറിന്റെ റിവ്യൂ പല ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിംഗിൽ വരുന്ന ഹൈഡ്രേറ്റിംഗ് ടോണറിന്റെ റിവ്യൂ പറയുന്നത് ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാതെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ആക്ച്വലി ഒരു അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ടോണർ എന്തിനാണ് ആദ്യം യൂസ് ചെയ്യുന്നത് പലർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം പറയാം. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലെ pH വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ചില ടോണേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പോർ മിനിമൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ചില ആൾക്കാർ ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ടോണർ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫേസ് വൈപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മേക്കപ്പിന്റെ റെസിഡ്യൂ അല്ലെങ്കിൽ ചില ഡേർട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഡസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ഡേർട്ടി ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒരു റിഫ്രഷിംഗ് ഫീൽ തരാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യും. അതാണ് ഈ ടോണറിന്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പല ബ്രാൻഡ്സിന്റെ ചില ബ്രാൻഡ്സിന്റെ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് തോന്നിയിട്ടില്ല. നോർമൽ നമ്മുടെ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടോണറാണ്. ഒരു സ്മെല്ല് ഭയങ്കര ഒരു പഞ്ചന്റ് ഒരു സ്മെല്ല് ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെയാണ് ഞാൻ ഇത് നമ്മുടെ ഒരു ഷോപ്പിൽ പോയപ്പോ കണ്ടതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ. അപ്പൊ കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 275 ഞാൻ വാങ്ങിച്ചപ്പം 250 സംതിങ് എന്തോ ആയിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോ മുതൽ എനിക്ക് ഭയങ്കര റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഈവൻ എനിക്ക് അതിന് മുന്നേ വരെ ചെറിയ ബമ്പി കുരുക്കള് എനിക്ക് ഒരുപാട് വരുമായിരുന്നു. ചില സമയത്ത് ഈ പീരിയഡിന്റെ ഒക്കെ ടൈമിലായാലും ഭയങ്കരമായിട്ട് ഈ ഒരു ബൾജി ആയിട്ടുള്ള കുരു വന്നിട്ട് എനിക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടായി. അതെങ്ങനെയാന്ന് പറഞ്ഞാല് എനിക്ക് ആക്നീസ് വരുന്നത് ഭയങ്കര കുറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്റെ സ്കിന്നിൽ ഭയങ്കര ഒരു ആക്നെ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ടാൻ ഉണ്ട്, അതല്ലാതെ ആക്നെ ഒന്നുമില്ല. അത് മാത്രമല്ല ഈ റീസെന്റ് ആയിട്ട് ഞാനൊരു ഫുഡ് കഴിച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് അലർജി വന്നായിരുന്നു. അപ്പൊ എന്റെ ഫേസിൽ ഭയങ്കര റെഡ്നെസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഇച്ചിനെസ്സും ഭയങ്കര എന്താ പറയണ്ടേ ഇറിറ്റേറ്റഡ് ആയിട്ടിരുന്നു. അപ്പൊ ഇതിന് ചെറിയൊരു കൂളിംഗ് സെൻസേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് കാം ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര റിസൾട്ടാണ്. എനിക്ക് ആ ഒരു ഇച്ചിനെസ് എന്നൊക്കെ ഭയങ്കര എന്റെ ഒരു റിലീഫ് കിട്ടി. ഇതിൽ അതൊന്നും പറയുന്നില്ല, പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അങ്ങനെ ഞാൻ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴാണ് രാവിലെയും രാത്രിയും
നമ്മള് ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. എന്റെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു ഗ്ലോ ഒക്കെ തരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ എന്റെ സ്കിന്നിൽ ഞാൻ ഈ ഒരു ടോണർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സ്കിൻ കെയറും ചെയ്തിട്ടില്ല. ചെറിയൊരു ഗ്ലോ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ടോണർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇത് ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ആമസോൺ നൈക്ക പർപ്പിളിലൊക്കെ അവൈലബിൾ ആണെന്ന്, നൈക്കയിലല്ല പർപ്പിൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു ഗുഡ് വൈബ്സിന്റെ ഹൈഡ്രേറ്റിംഗ് ടോണർ വേഗൻ ആണ്. അത് മാത്രമല്ല ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ ഇനി എന്തെങ്കിലും എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റിൽ പറയാ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.